ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ 2 മാസത്തെ ഗഡുവാണ് ഈ മാസത്തിൽ വിതരണം ചെയ്യുന്നത്. അതായത് 3200 രൂപ ആണ് ഈ ഒരു മാസം വിതരണം ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ തന്നെ അനർഹരായിട്ടുള്ള ആളുകൾ കയറി കൂടി എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്നതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീടാന്തരം കയറിയുള്ള പരിശോധന ഒരുപക്ഷെ ഇപ്പോൾ സർക്കാർ ജോലിയൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് ജോലി വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരെ താൽക്കാലികമായിട്ടാണെങ്കിലും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ എല്ലാവരും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ഡിസംബർ മാസത്തോടു കൂടി തന്നെ 2 മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്ത് തീർക്കുമെന്നുള്ള ഒരു കാര്യം. അതായത് 5 മാസത്തെ ഗഡുവിൽ 1 മാസത്തെ വിതരണം ചെയ്തു. ഇനിയുള്ളത് 4 മാസത്തെ തുകയാണ്. ഇതിൽ 1 മാസത്തെ ഗഡു കൂടി ഈ ഒരു മാസം വിതരണം ചെയ്യുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് 3200 രൂപ തന്നെയായിരിക്കും ഈ ഒരു മാസം കൈകളിലെത്തുക. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്, DBT സെൽ വഴി ഈ വരുന്ന 25-ാം തീയതിക്കകം തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അതിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. അതിനുശേഷം തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് തന്നെ ആരംഭിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ തുക എത്തും. ഇത് മാത്രമല്ല, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഒരു തുക ലഭിക്കുന്നതിന് മുമ്പാകെ തന്നെ, അതായത് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നതിന് മുമ്പാകെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയേക്കാം. അതായത് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുക ഇപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. ഇതുതന്നെ ആയാലും 10-ാം തീയതി കഴിയുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിക്കും. ഉടനെ തന്നെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ DBT സെല്ലുമായി ബന്ധപ്പെട്ട് നടപടികളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയായാലും അനർഹരായിട്ടുള്ള ആളുകൾക്ക് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ഇല്ല. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാത്ത ആളുകൾക്കും ക്ഷേമ പെൻഷൻ ഇല്ല. എല്ലാ രീതിയിലുമുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് വാങ്ങിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ. ഇതുതന്നെയായാലും അർഹതയില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ തുക കൈപ്പറ്റരുത് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ആനുകൂല്യമാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ ഇതുപോലെ അനർഹമായിട്ട് തുക കൈപ്പറ്റരുത്. വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗമുണ്ട്. അതുകൊണ്ട് ഈ 1600 രൂപ കൈയിട്ട് വാരരുത്. ഇതിനായാലും ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ തുക ആരംഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ, കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ